ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. രതീഷ് പരപ്പനങ്ങാടി കേട്ടോ. ഇന്നിതാ വീണ്ടും നമ്മളെ മീനും ഊണും കഴിക്കാൻ വേണ്ടി താനൂർ നടക്കാവിലേക്ക് എത്തിയാണ്. അടിപൊളി ഭക്ഷണം കേട്ടോ. ആ മീനൊക്കെ ചൂടോടെ കഴിക്കുമ്പോഴും ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ നമുക്കിതിലേക്ക് വരുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളൊരു ഓണത്തിന് സദ്യ കഴിക്കുന്ന പോലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അച്ചാർ, തോരൻ, പുളിങ്കറി, അവിയൽ, അതൊക്കെ കൂട്ടിയിട്ട് ആ സാമ്പാറും മീൻകറിയൊക്കെ കൂട്ടിയൊരു പിടുത്തം പിടിച്ചാണ്ടല്ലോ. പപ്പടം, കൊണ്ടാട്ടം മുളക്, പുളിങ്കറി, മോര്, രസം, ലാസ്റ്റ് ആ പായസം. പായസമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐറ്റം പായസമാണ് നമുക്ക് തരുന്നത് തന്നെ. മീനൊരു രക്ഷയില്ല, മിതമായ വിലയുള്ളൂ. നല്ല മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ വിനോദേട്ടുണ്ട്, ബാബുവേട്ടുണ്ട്, ബിജുവേട്ടുണ്ട്, നമ്മളൊരു ടീം അപ്പുറത്ത് വേറെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നല്ല വിശന്ന് വരുന്ന സമയത്ത് അടിപൊളി സദ്യ കഴിക്കണമെങ്കിൽ നമ്മളെ താനൂർക്ക് പോരാ. താനൂർ നടക്കാവ് പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശോഭപ്പറമ്പ് ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്ന ലെഫ്റ്റ് സൈഡായിട്ട് വരും. താനൂർ തിരൂർ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ ടോൾ ബൂത്തൊക്കെ കഴിഞ്ഞ് ഫസ്റ്റത്തെ വളവ് കഴിഞ്ഞും റൈറ്റ് സൈഡിലായിട്ട് വരും. അപ്പോൾ ആരും മറക്കണ്ട, ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക, അഭിപ്രായം അറിയിക്കുക. ഇതുവരെ കഴിച്ചവരൊക്കെ നല്ല പോസിറ്റീവാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ കഴിക്കുക, അത്രയും ടേസ്റ്റാണ്. അത് നിങ്ങളൊരു പ്രാവശ്യം പോയാലേ അറിയുള്ളൂ. എന്തായാലും ഈ ഭക്ഷണം ഉണ്ടാക്കിയ കുക്കിന് തന്നെ ഫസ്റ്റ് ലൈക്ക് നമ്മൾ കൊടുക്കണം, അത്രയും ടേസ്റ്റാണ്. പിന്നെ അവരെ സർവീസും കാര്യങ്ങളും എല്ലാം വേണ്ട രീതിയിൽ തന്നെയാണ് കൊണ്ട് തരുന്നത്. കറക്റ്റ് സമയത്ത് നമുക്ക് വേണ്ടത് എത്തിച്ച് തരുന്നുണ്ട്. AC റൂംസ് ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ലാസ്റ്റ് ഉണ്ടല്ലോ, ആ പായസവും പപ്പടവും കൂടി കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കുക. ഒരു നാടൻ ഉച്ചയൂണ് കഴിച്ചതിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോവുക, ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കുക. നല്ല അഭിപ്രായമാണ്, ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ പാർക്കിംഗ് സൗകര്യം ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. നല്ല പാർക്കിംഗ് ആണ്. ഒരു 100 വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. ഇത്രയും ഒഴിഞ്ഞെടുക്കുന്ന പാർക്കിംഗ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരിക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കാറ് നിർത്താനുള്ള സ്പേസൊക്കെ ഒരുപാടുണ്ട്. അത് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇതൊന്നും കൂടി ഞാനിതിൻ്റെ ബോർഡ് നിങ്ങളിലേക്ക് എത്തിക്കുക. സീസൈഡ് ഫുഡ് കോർട്ട്, ഓക്കെ. മീനും ഊണും താനൂർ നടക്കാവ്